Hello everyone, this is Faisal. Welcome to iPlus Training Solutions. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ എക്സാമിനേഷൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടായ മിസ്പെൽഡ് വേർഡ്സ് ആണ്. എന്താണ് ഈ മിസ്പെൽഡ് വേർഡ്സ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പഠിക്കുന്നത്, എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഓപ്ഷനിൽ നിന്ന് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം മിസ്പെൽഡ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്കാലം മുതലേ നമ്മളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ത്രെറ്റ് എന്ന് പറയുന്നത് ഈ വാക്കുകളുടെ സ്പെല്ലിംഗ് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 10th-ലായാലും +2-ലായാലും നമ്മൾ ഗ്രാജുവേഷൻ ലെവലിലും നമ്മൾ essays ഒക്കെ എഴുതുമ്പം സാധാരണഗതിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ത്രെറ്റാണ് ഈ സ്പെല്ല് തെറ്റുക എന്നുള്ളത്. ഇപ്പം നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ കാറ്റഗറിയിൽ ഈ essays ലെറ്റേഴ്സിലൊക്കെ എക്സാമിനേഷൻസിന് സ്പെല്ല് തെറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഡീമെറിറ്റാണ് നമുക്ക്. ആൻഡ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ഈ സ്പെല്ലിങ് കറക്റ്റ് ആക്കുന്നുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി 4 മിസ്റ്റേക്കുള്ള സ്പെല്ലിങ്ങുകൾ തന്നിട്ട് അതിലേതാണ് ഏറ്റവും ശരിയായ സ്പെൽ എന്നുള്ളത് ആയിരിക്കും സാധാരണഗതിയിൽ ചോദിക്കുന്നത്. എങ്ങനെയാണ് സ്പെല്ല് പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് വെറുതെ ഒന്ന് ഉച്ചാരണത്തിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് എഴുതി നോക്കുക. സോ ഉച്ചാരണത്തിൻ്റെ ഇംഗ്ലീഷ് നമുക്കറിയാം പ്രൊനൗൺസിയേഷൻ എന്നുള്ളതാണ്. അതൊന്ന് എഴുതി നോക്കുക. എന്തായിരിക്കും നിങ്ങൾക്ക് വരുന്ന ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ പ്രൊനൗൺസിയേഷൻ, എന്താണ് പ്രൊനൗൺസിയേഷൻ്റെ സ്പെൽ എന്നുള്ളത് എല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സീ, ഇതാണോ നിങ്ങൾ എഴുതിയത് എന്ന് നമുക്ക് നോക്കാം. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന സ്പെല്ലിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് PRONOUNCIATION. ഇതാണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ എങ്കിൽ ഐ എം അഫ്രൈഡ് യു ആർ നോട്ട് റൈറ്റ്. സോ കാരണം ഒരു ക്ലാസ്സിൽ 90% കുട്ടികളും എഴുതുന്ന സ്പെല്ലായിരിക്കും ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എഴുതുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമ്മൾ ഈ പ്രോനൗൺ എന്ന് കേട്ടിട്ട് പ്രൊനൗൺസിയേഷൻ എന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്പെല്ലായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇത് എക്സാം നടത്തുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം നമ്മൾ എഴുതാൻ പോകുന്ന സ്പെല്ലിങ് ഇതാണ് എന്നുള്ളത്. അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്, അവർ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ഇടുന്ന ഒരു സ്പെല്ലിംഗ് കാറ്റഗറിയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞത്. കുറച്ച് ആൾക്കാർ ചെയ്യുന്ന സ്പെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെല്ല് യൂസ് ചെയ്യാറുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി ഈ സ്പെല്ലും മിസ്റ്റേക്കാണ്. സിക്ക് പകരം യു ഗൈസ് യൂസ് യെസ്, അതും തെറ്റാണ്. ആൻഡ് എന്തായിരിക്കും അപ്പം പ്രൊനൗൺസിയേഷൻ്റെ യഥാർത്ഥ സ്പെല്ലിംഗ്? നിങ്ങൾ തെറ്റിപ്പോയെങ്കിൽ വിഷമിക്കണ്ട. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, PG ഇംഗ്ലീഷ് എടുത്ത കുട്ടികൾക്ക് പോലും ഈ പ്രൊനൗൺസിയേഷൻ്റെ സ്പെല്ലിങ് തെറ്റാറുണ്ട്. സോ എന്താണ് പ്രൊനൗൺസിയേഷൻ്റെ സ്പെല്ലിങ്, എങ്ങനെയാണ് ഈ സ്പെല്ല് പഠിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ സ്പെല്ല് പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. എന്താണ് സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ പ്രൊനൗൺസിയേഷൻ്റെ സ്പെല്ലിങ് യൂസ് ചെയ്തിരുന്നു PRONOUN. നൗൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മുടെ സ്പെല്ലിംഗ് അവിടെ തെറ്റിയത്. ആക്ച്വലി ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ഉച്ചാരണം കൃത്യമായി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് കൃത്യമായി തെറ്റിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ എന്നൊക്കെ പറയുന്നത്. സോ whenever someone says that പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കാം അത് തെറ്റിപ്പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ഉച്ചാരണം പഠിച്ചാൽ തന്നെ എല്ലാ വാക്കുകളുടെയും സ്പെല്ല് പഠിക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ അവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ വാക്കുകൾ സ്പ്ലിറ്റ് ആക്കുക എന്നുള്ളതാണ്. സോ വാട്ട് മേ ബി ദ സ്പെൽ ആൻഡ് ഹൗ ക്യാൻ വി സ്റ്റഡി ദ സ്പെല്ലിങ്സ്, എങ്ങനെയാണ് നമുക്ക് സ്പെല്ലിംഗ് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ പ്രൊനൗൺസിയേഷൻ, സോ സ്പ്ലിറ്റ് ദ വേർഡ് ഇൻടു പ്രോ. സ്പ്ലിറ്റ് ചെയ്താലുള്ള ഗുണം ഏത് വലിയ വാക്കാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ചെറുതാക്കി പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്ന വേർഡിൻ്റെ സ്പെല്ലിൻ്റെ ആദ്യത്തെ 3 അക്ഷരം നമ്മളിങ്ങനെ എടുക്കുകയാണ്, പ്രോ. സോ പ്രോ, വി ആർ ഫെമിലിയർ വിത്ത് ദി വേർഡ് പ്രോ. നമ്മൾ പ്രൊഫഷണലാണ്, അവൻ അതിൽ ടോപ്പാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് പ്രോ എന്നുള്ളത്. സോ ഈ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ്, എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കുന്ന, നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വാക്കുകൾ വെച്ചാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ പ്രോ മീൻസ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നതിൻ്റെ പ്രോ എടുത്തു, പ്രോ.
So the next word is N-U-N. This is none. What's the meaning of none? So again we split the word none. So none. What's the meaning of none? None means കന്യാസ്ത്രീ എന്ന് പറയുന്ന വാക്കാണ്. നമ്മൾ കന്യാസ്ത്രീ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് നൺ എന്നുള്ളത്. യു മേ ബി ഫെമിലിയർ വിത്ത് എ മൂവി. സോ നിങ്ങൾക്ക് മൂവിയുമായിട്ട് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വിഷ്വൽ ചെയ്ത് ഈ വേർഡ് വന്നു. സോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടാക്ടിക്സ് കൂടി നമുക്കിവിടെ യൂസ് ചെയ്യാം. വൊക്കാബുലറി ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നിങ്ങളോട് ഞാൻ പറയാറുണ്ട് ഈ വിഷ്വലൈസേഷൻ മെത്തേഡ്, കണക്റ്റിംഗ് മെത്തേഡ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത്. വിഷ്വൽ ചെയ്ത് നമ്മളൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ഓർത്തിരിക്കാൻ സാധിക്കും. നമ്മുടെ എക്സാമിനേഷൻ എഴുതുമ്പം നമ്മുടെ മനസ്സിലേക്ക് അതൊരു ചിത്രമായി വരും എന്നുള്ളതാണ് നമ്മുടെ അഡ്വാൻറ്റേജ് സോണായിട്ട് വരുന്നത്. സോ നൺ, ഇഫ് യു വാണ്ട് ടു റീകളക്ട് ദിസ് വേർഡ് then you can imagine the movies, you can remember the movie that you watched. നിങ്ങൾ കണ്ട സിനിമ നമുക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം പോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നൺ എന്ന് പറയുന്ന വാക്ക് ഓർത്തിരിക്കാം. സോ നൺ മീൻസ് കന്യാസ്ത്രീ എന്നുള്ളതാണ്. സോ പ്രോ നൺ. Here we connected the word pronunciation. What's the next word? Pronunciation. Pronunciation. So you can connect like this. Pronunciation. ഇനി ഇതിലും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുക. സിയേഷൻ എന്ന വാക്കൊറ്റയ്ക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ല. Then what do you want to do is you just split the next words. എങ്ങനെയാണ് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? സോ ഈ സിയേഷനും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുക. ഇത് ഓരോ ആൾക്കാരുടെയും ഡിസ്ക്രിപ്ഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയാണ് ഇതിൽ. അപ്പോൾ പ്രോ ഓക്കെ, നൺ ഓക്കെ. ഇനി സിയേഷൻ ഒറ്റ ഒരുമിച്ച് നമുക്ക് പഠിക്കാനാണ് നമ്മളുടെ ബുദ്ധിമുട്ടെങ്കിൽ സിയ. സോ യു ക്യാൻ കണക്ട് ദിസ് CIA. നമുക്കറിയാം അമേരിക്കയുടെ ഏജൻസിയാണ് CIA എന്നുള്ളത്. ഇങ്ങനെയും ഒരു സിനിമ നമ്മളുടെ കയ്യിലുണ്ട്. ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമയുണ്ട് CIA എന്ന് പറയുന്നത്. സോ യു ക്യാൻ, ഇഫ് യു വാണ്ട് ടു റിമെമ്പർ ദാറ്റ് ദ മൂവി ദാറ്റ് ദ Dulquer Salman acted, then you can connect like that, CIA. Or if you want to be, if you study this GK about the America, or if you study about the agencies of US, then you can easily connect that CIA. So pronuncia. So CIA and TION, you can again split that word TION. So TION, when we study the suffix, then suffix of nouns, we study this word. So TION, so pronunciation. So this way you can study a spell. So പ്രൊനൗൺസിയേഷൻ എന്ന വാക്ക് നമ്മൾ പഠിച്ചത് നമുക്ക് ഒറ്റയടിക്ക് കിട്ടിയപ്പോൾ നമ്മൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ആ വാക്കുകൾ സ്പ്ലിറ്റ് ആക്കുക. സ്പ്ലിറ്റ് ആക്കുമ്പം ഓർക്കുക, ഇതിനൊരു യൂണിവേഴ്സാലിറ്റി ഒന്നുമില്ല, ഇങ്ങനെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാവൂ എന്ന് ആരും നിർബന്ധമൊന്നും പിടിക്കുന്നില്ല. നമ്മൾക്ക് എങ്ങനെയാണോ സ്പെല്ലിംഗ് ഓർത്തിരിക്കാൻ പറ്റുന്നത്. ചില ആൾക്കാർക്ക് 3 സ്പെല്ലിങ്സ് വരെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ചിലർക്ക് 4 വരെ ആയിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി ചില ആളുകൾ 2 സ്പെല്ല് വെച്ചായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് അക്കോർഡിംഗ് ടു യു. നിങ്ങൾക്കിടെ ഒരു ചാൻസ് ആണ് അവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. സോ pronunciation, you can split like this. And if you want to study another word, assassination. What's the meaning of assassination? They may ask several times that when in your synonyms or one word substitution, they may ask that what is the meaning of assassination? What's assassination? What's the spell of assassination? Here we are going to study about the spells because spell ഏറ്റവും കൂടുതൽ വരുന്ന ഒരു റിപ്പീറ്റഡ് വേർഡാണ് assassination എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിപ്പീറ്റായിട്ട് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള സ്പെൽസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഈ വേർഡ്സ് പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ അനദർ വേർഡ് അസാസിനേഷൻ. ഹൗ ക്യാൻ വി സ്റ്റഡി ദ വേർഡ് അസാസിനേഷൻ? വാട്ട്സ് ദ മീനിങ് ഓഫ് അസാസിനേഷൻ? സി, ഇനീഷ്യലി അസാസിനേഷൻ മീൻസ് ഇഫ് എ പേഴ്സൺ, ദാറ്റ് മീൻസ് ദ പേഴ്സൺ, ഇഫ് എ പേഴ്സൺ കിൽഡ്, that means not a simple personality, ഒരു സാധാരണ മനുഷ്യൻ കൊല്ലപ്പെട്ടാലല്ല. if a famous personality is killed or murdered, ഇപ്പം ഞാൻ നാളെ കൊല്ലപ്പെടുകയാണ് എന്ന് വിചാരിക്കുക, then you can't call that death as assassination. അതിനെ നമുക്ക് assassination എന്ന് വിളിക്കാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ നാലാൾ അറിയുന്ന ആളല്ല. സോ if a famous personality is killed, ഒരു നാലാൾ അറിയുന്ന ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഫേമസ് പേഴ്സണാലിറ്റി കൊല്ലപ്പെടുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കൊലപാതകത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസാസിനേഷൻ എന്ന് പറയുന്നത്. If a famous personality is murdered or if a famous personality is killed, then that death or that murder is called assassination. You maybe find this word in, when you study this history, you may find this type of words like that. Mahatma Gandhi was assassinated by Nathuram Vinayak Godse. Indira Gandhi was assassinated. Rajiv Gandhi was assassinated. Abraham Lincoln was assassinated. Benazir Bhutto was assassinated. So assassination means a famous personality is killed, then we can call that murder as assassination. So how can we study the spell of assassination? It's also very simple that how to
study the spell of assassination. See, we all are familiar with the word as. കഴുത എന്ന വാക്ക് നമുക്ക് വലിയ പാടുള്ളതല്ല. So we are familiar with that word as. So as. Again comes as. One more as. As. We split this word with a single letter. English alphabetiലെ single letter യൂസ് ചെയ്ത് നമ്മൾ I split ചെയ്തു. Here we split it with 3 spells. Here we split with 3 spells. And here we spell with I. And again comes nation. So ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സ്പ്ലിറ്റിംഗ് നടത്താറുള്ളത്? കുട്ടിക്കാലം മുതലേ നമുക്കറിയാവുന്നൊരു വാക്കാണ് നേഷൻ എന്നുള്ളത്. സോ ദാറ്റ്സ് വൈ. അതർവൈസ് ഇനി നിങ്ങൾക്ക് അതും അറിയത്തില്ലെങ്കിൽ if you are good at chemistry, you know that NATION again comes. നമ്മൾ നേരത്തെ പഠിച്ച പ്രൊനൗൺസിയേഷൻ്റെ TION സഫിക്സ് വന്നുണ്ടോ? So if you want to split like that, then you can split. നിങ്ങൾക്ക് TION മാത്രം അവിടെ നിലനിർത്തി എന്നെ നിർത്താം. ഓക്കെ, നേഷൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം, കാരണം കുട്ടിക്കാലം വരെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നിരന്തരമായി നമ്മൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് സ്പെൽസ് കൃത്യമായി പഠിക്കാൻ സാധിക്കും. അതും ഒരു മെത്തഡോളജിയാണ്. നമ്മൾ വൊക്കാബ്സ് പഠിക്കുമ്പം, നമ്മൾ സ്പെൽസ് പഠിക്കുമ്പം ഇംഗ്ലീഷിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെറ്റ്, മാർക്ക് ഏറ്റവും കൂടുതൽ കുറവുന്ന ഒരു മേഖലയാണ് ഈ സ്ഥലങ്ങളെല്ലാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും? ഇത് ഓവർകം ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യത്തെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് നമ്മളുടെ വഴുതിയിലേക്ക് വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ദൃഷ്ടിധൃമ്മൻ അല്ലെങ്കിൽ ദുര്യോധനൻ, ധൃതരാഷ്ട്ര എന്നൊക്കെ പറയുന്ന പേര് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മഹാഭാരതം വായിക്കുമ്പം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ സീരിയൽസ് കാണുമ്പം even though that words are not familiar, നമ്മൾ ആ വാക്ക് കൃത്യമായി പഠിച്ചു വെക്കും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലത് സ്ഥിരമായി കേട്ട് പരിചയമാകും. ഇങ്ങനെ നമുക്ക് വൊക്കാബുലറീസ് പഠിക്കാം, സ്പെൽസ് പഠിക്കാം. സോ നേഷൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ കുട്ടിക്കാലം മുതലേ നമുക്ക് അറിയാവുന്ന ഒരു വേർഡാണ്. NATION, നേഷൻ. സോ ദാറ്റ്സ് വേർഡ് ഈസ് നേഷൻ. സോ as I, nation. This is the word. As, it is AWS, and as AWS, I, it is singular word. So I and nation, NATION. So this is the word gives assassination. So assassination, the spell we can study like this. Again another word, quarantine. We all are familiar with quarantine. We are in a post-COVID situation, so we are familiar with quarantine. നമുക്ക് quarantine എന്ന വാക്ക് നമ്മളെല്ലാവരും ഫെമിലിയർ ആണ്. എങ്ങനെ പഠിക്കാം? quarantine. How can we study this word? By using splitting method. So എങ്ങനെയാണ് splitting method വഴി quarantine പഠിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Well, so see, നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കൂ, എങ്ങനെയാണ് ക്വാറന്റൈൻ വരുന്നത്? the word qua, see pronunciation like pronounce like this, qua. So quarantine, it's qua, the word splitting with QUA. One second, I will write that. So see the word qua, and the past of run in the past ran ആണ്. കുട്ടിക്കാലം മുതലേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. So qua ran in the past, ran. And time, quarantine. So quarantine, this quarantine. So this way you can study the word splitting method, 3 spells, the past of ran, and time, TINE. So this way we can study the words. So here we are going to study the words that is repeatedly asking in your examination. നിങ്ങൾ എക്സാമിനേഷൻസിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കുറേ വാക്കുകൾ, അതിൽ എപ്പോഴും ഓപ്ഷനുകളിൽ തന്ന് നമ്മളെ തെറ്റിക്കുന്ന സ്പെൽ, തെറ്റിച്ചെഴുതിയിരിക്കുന്ന വാക്കുകളും നമ്മൾക്ക് സാധാരണ കാണുമ്പം ഇതിങ്ങനെയാണ് എന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് സ്പെൽസും ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സോ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വാക്കുകളെല്ലാം മിസ്റ്റേക്കുകളാണ്. സാധാരണഗതിയിൽ എക്സാമിനേഷന് നമ്മളെ വഴിതെറ്റിക്കാനായിട്ട് കൊണ്ടുവരുന്ന വാക്കുകളാണ്. ആൻഡ് റൈറ്റ് സൈഡിലെ വാക്കുകളാണ് ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് യൂസേജ് എന്നുള്ളത്. സോ ലെറ്റ്സ് സീ ഹൗ ക്യാൻ വി സ്റ്റഡി ദീസ് വേർഡ്സ്. Here we are going to study about the words absence. So what's the word absence? Absence, this is not right word. So absence, this is the right spelling. So how can we study this word? AB, splitting method. AB, we use the words AB, then sen, AB, sen, and sus. This word. Otherwise you can see that if you want to split like this, AB and C
and nice in the NCE. So if you want to remember nice, the spelling, so NICE, so NCE. So absence in എന്തായാലും nice എന്ന I നമ്മൾ ഓർക്കില്ല. So you can split this method by AB. AB, it is splitting AB. You are familiar with that, the first two letters of English alphabet, and if you want to split like this SE, then C and nice in the N and omit that word I. So this is, and if you want to study like this, AB, SAN, absence. So like that you can study this word. And next comes the word address. So what's the spelling of address? So address, its spell is ADD, add. You can easily study this word add. In addition, in maths we study this word add. And re, see this is the word re, add, re, and SS, it ends with two SS, so address. So the spell is add, re, address. Next comes the word accurate. You all may be familiar with the word accurate and what's accurate. എന്താണ് accurate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ പ്രതി സ്ഥാനത്ത് നിന്ന് മാറ്റുക, അല്ലെങ്കിൽ കോടതി വെറുതെ വിടുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് അക്വിറ്റ് എന്ന് പറയുന്നത്. സോ അക്വിറ്റ് എന്ന് പറയുന്ന ഒരാളെ വെറുതെ വിടുക എന്നുള്ളതാണ്. സോ വാട്ട്സ് ദ അനോണിം ഓഫ് അക്വിറ്റ്? വാട്ട്സ് അനോണിം ഓഫ് അക്വിറ്റ്? വാട്ട്സ് ദ മീനിങ് ഓഫ് ഈ അനോണിം? അനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തില്ലേ, അതാണ് ഈ അനോണിം എന്ന് പറയുന്നത്. സോ അക്വിറ്റ്, ദ ഓപ്പോസിറ്റ് ഈസ് കൺവിക്റ്റ്. അക്വിറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കൺവിക്റ്റ് ആണ്. അനോണിംസിലും അവർ സ്ഥിരമായി ചോദിക്കാറുണ്ട്. അക്വിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, വെറുതെ വിടുക എന്ന്, ഒരാളെ വെറുതെ വിടുന്നതിന് നമ്മൾ പറയുന്നതാണ് അക്വിറ്റ് എന്ന് പറയുന്നത്. സോ കൺവിക്റ്റ് എന്തായിരിക്കും? സ്വാഭാവികമായി കുറ്റവാളി, ഒരാളെ ശിക്ഷിക്കപ്പെടുമ്പം നമ്മൾ പറയുന്നതാണ് കുറ്റവാളി എന്നുള്ളത്. സോ ഈ വാക്കുകൾ സ്ഥിരമായി നമ്മളോട് സിനോണിമിലും കയറി ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് അനോണിമിലും കയറി ചോദിക്കാറുണ്ട്. അനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് വാക്കുകളാണ് എന്നുള്ളത്. So in the spelling, how can we study the spell? Acquit, how can we study this word? AC, the word pronunciation AC as AC, and quit, we are familiar with that word. പുറത്താക്കുക എന്നുള്ളതിനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. So he can study like that. നമുക്ക് അതിൽ നിന്ന് മീനിങ്ങും പഠിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ക്വിറ്റ്, പുറത്താക്കുക. എവിടെ നിന്ന്? ജയിലിൽ നിന്ന് പുറത്താക്കുക. സോ അക്വിറ്റ് മീൻസ് പുറത്താക്കുക, ഒരാളെ വെറുതെ വിടുക. സോ ലൈക്ക് ദാറ്റ് യു കൻ സ്റ്റഡി ദ സ്പെൽ ആൻഡ് this meaning പഠിക്കാനും നമുക്ക് ഈ സ്പ്ലിറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. സി AZ, we split that word, and quit, പുറത്താക്കുക. So quit. Well, so this is the words of acquit. And again we are studying the word argument. So how can we study this word argument? So argument, ARGU, argument, and MENT, this is the suffix that we always use, that word MEN, argument. So splitting word method, you can use argument. So if you are not familiar with this word, then how can we split? So that's your discretion. You can split like this, AR. Again we are splitting that word. So AR, it's a splitting method. And GU, RGU, well, and meant, you are familiar with that word. So MENT, argument. So like that you can study the word. So then comes Arctic. So what is the word Arctic? See again, see ARC, and tick. You are familiar with this tick-tock. So tick-tack, that's the reason. Sweet, like that, tick-tack. So ARCTIC, like that you can study the word Arctic. And beginning, how can we study the word beginning? So beginning, we are familiar with it. Beg. And if you study this beg, then there may be a chance of confusion. So you can study this. Begin, we are familiar with the word begin. So BIGIN, begin, splitting word. And N, begin, it starts with N. So when we suppose that a person starts something, then you say that N തുടങ്ങി എന്നുള്ള ചാണെങ്കിൽ. So begin, N, so begin, NING, beginning. So if you can want to study like this, begin, so this way, begin. So begin, so എക്സ്ട്രാ ആയിട്ട് അവിടെ ഒരു പ്രൊനൗൺസിയേഷൻ നമ്മൾ അധികമായി ആഡ് ചെയ്യാണ്. ആക്ച്വലി ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ അവിടെ അധികമായിട്ട് ആഡ് ഒന്നും ചെയ്യാറില്ല. ബട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി ദിസ് ഇസ് അവർ ഡിസ്ക്രിപ്ഷൻ. നമുക്ക് എങ്ങനെയാണ് എക്സാമിനേഷൻ ഓർത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നോട്ട്സാണ്, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ്. ഇത് മറ്റൊരാളെ കാണിക്കേണ്ട കാര്യം നമുക്കില്ല. മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കിയേക്കാം, അയ്യേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കുന്നത് എന്നുള്ളത്. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഇത് ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ദ സ്പ്ലിറ്റിംഗ് മെത്തഡ്, യു കൻ ഫോളോ ദ സ്പ്ലിറ്റിംഗ് മെത്തഡ്. അതർവൈസ് യു കൻ
add this disciples. That's what's begin. You can project that word begin. അത് പുറത്തള്ളി നിൽക്കുമ്പോൾ then you can remember that there is two spells. So begin, you can use that you're familiar with the word ing, so beginning. And next comes this, the word believe. So how we can use this word believe? So by splitting we study b, we know that word b in English examination. So be careful, we use this word be careful. So you are familiar with this word be. And if you study that live, then it may be there is a chance നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ ലീവ് ഇതുകൊണ്ടായിരിക്കുമല്ലോ ഓപ്ഷനിൽ ഈ വേർഡ് തന്നിരിക്കുന്നത്, നമ്മളെ പറ്റിക്കാനായിട്ട് ഈ വേർഡ് തന്നിരിക്കുന്നത്. സോ ഹൗ ക്യാൻ വി സ്റ്റഡി ദാറ്റ് വേർഡ്? എങ്ങനെ നമുക്ക് പഠിക്കാം? നമ്മൾ പഠിക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യും? സോ ദിസ് വി കൻ യൂസ് ദാറ്റ് ലൈവ്. സോ റിമെമ്പർ ദ വേർഡ് എന്നെ വിശ്വസിക്കൂ, ഞാൻ കള്ളം പറയില്ല, എന്നെ വിശ്വസിക്കൂ. സി ഞാൻ കള്ളം പറയില്ല. സോ കള്ളം, the word you can connect like that, kallam, lie. So see, be live, and be live. So believe me, believe. So you can say that be live. So you can easily study that word. So if you want to study this, നമ്മൾ ആ വാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി കണക്ട് ചെയ്ത് വെച്ചാൽ you can easily study this word. Next come repeated asking question that broccoli. So how can we study this word broccoli? How can we study? See, we are familiar with the word brock. See, if you are good at this wrestling, you are familiar with the player Brock Lesnar. So brock, you can study the word brock. And coli, C-O-L-I, like that you can study C-O-L-I, broccoli. So broccoli, so you can study that word broccoli. അങ്ങനെ നമുക്കത് പഠിച്ചു വെക്കാം broccoli എന്നുള്ളത്. Next comes calendar. So how we study this word calendar. So always this കലണ്ടർ നമ്മളെപ്പോഴും ആദ്യത്തെ മാസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടെ 12 മാസങ്ങളിലെ ആദ്യത്തെ മാസമാണ് കലണ്ടർ യൂസ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ കലണ്ടർ മേടിച്ച് വെക്കുന്നത് ആദ്യത്തെ മാസങ്ങളിലായിരിക്കും. സോ ആദ്യത്തെ മാസം ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ തെറ്റുന്ന സ്പെൽ ഇതാ, ഇവിടെ നമുക്ക് ഇ ആണോ എ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് വരുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ശരിയായ ഉത്തരമായ എയും കാണും, തെറ്റായ ഉത്തരമായ ഇയും കാണും. സോ എങ്ങനെ നമ്മളിത് ഓർത്തിരിക്കാം? അയ്യോ, അവിടെ ചെന്ന് എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഇ ആയിരുന്നോ എ ആയിരുന്നോ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു പഠിച്ചു, അങ്ങനെ പഠിച്ചു, ഇങ്ങനെ പഠിച്ചു. ബട്ട് വാട്ട് ഹാപ്പൻ മീൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാണുമ്പം ഈ ആയിരുന്നു അവിടെ ഉപയോഗിക്കേണ്ടത്, എ ആയിരുന്നു അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്ക് നമ്മൾ എത്തും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും നമ്മൾ? ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വാട്ട് ഡു യു വാണ്ട് ടു ഡു ഈസ്, നമ്മൾ പറഞ്ഞു again we use this connecting method or visualization method here. ഇവിടെ നമ്മൾ വിഷ്വലൈസേഷൻ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ വിഷ്വലൈസേഷൻ സ്ട്രാറ്റജി അനുസരിച്ച് ആദ്യത്തെ മന്താണല്ലോ ജാനുവരി എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ലെറ്റർ വെൻ വി സ്റ്റഡി ദിസ് ആൽഫബറ്റിക് കോഡിംഗ് ഇൻ റീസണിങ്ങിൽ നമ്മൾ ആൽഫബറ്റിക് കോഡിംഗ് പഠിക്കുമ്പം നമ്മൾ റീസണിങ്ങിൽ പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ആൽഫബറ്റിക് കോഡിങ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്താണ്? ഫസ്റ്റ് ലെറ്റർ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇറ്റ് ഈസ് എ ആണല്ലോ. ഫസ്റ്റ് ലെറ്റർ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എ ആണ്. ആൻഡ് ഇ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ തെറ്റിച്ചെഴുതുന്നത് 5ാമത്തെ ആൽഫബറ്റ് ആണ്. യു ഓൾ ആർ ഫെമിലിയർ വിത്ത് ദ യൂണിവേഴ്സൽ കോഡ് ദാറ്റ് വി യൂസ് ദാറ്റ് ഫോർ ദാറ്റ് ഇജോട്ടി. സോ നമ്മൾ റീസണിങ് പഠിക്കാൻ വേണ്ടി പഠിക്കുന്ന കോഡാണ് ഇജോട്ടി എന്ന് പറയുന്നത്, EJOTY. സോ 5, 10, 15, 20, 25. This is the codes that we use. So ഇജോട്ടി 5, 10, 15, 20, 25. So it is the 5th letter in English alphabet. So here നോക്ക്, കലണ്ടർ നമ്മൾ എന്തായാലും 5ാമത്തെ മാസം ആയിരിക്കില്ലല്ലോ വായിക്കുന്നത്, നമ്മൾ എന്തായാലും ആദ്യത്തെ മാസമായിരിക്കും കലണ്ടർ വായിക്കുന്നത്. സോ ആകെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് AR ആണോ ER ആണോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഓർക്കുക, AR ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. സോ വി യൂസ് ദിസ് കലണ്ടർ. സോ ഹൗ ക്യാൻ വി സ്റ്റഡി? ബൈ സ്പ്ലിറ്റിംഗ് മെത്തേഡ് പഠിച്ചു നമ്മൾ, ആൻഡ് വിഷ്വലൈസേഷൻ മെത്തേഡ് പഠിച്ചു. സോ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു കാര്യം പഠിക്കുമ്പം നമ്മളെ ഏതൊക്കെ കാര്യങ്ങളാണോ സഹായിക്കുന്നത്, ഏതൊക്കെ രീതിയാണോ നമ്മളെ സഹായിക്കുന്നത്, അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ അവിടെ നമ്മളെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് അവിടെ നമുക്ക് സമയത്ത് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമുക്കത് വർക്ക് ചെയ്തില്ലെങ്കിൽ, ദെൻ വാട്ട് വിൽ വി ഡു? ആ സമയത്താണ് നമ്മളെ ഈ പറയുന്ന നമ്മളുടെ ബാക്കി മെത്തേഡുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ആൽഫബറ്റിക് കോഡിങ്സ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സി, ആൽഫബറ്റിക് കോഡിങ്സ് അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ മെത്തേഡ് അനുസരിച്ച് നമ്മൾ പഠിച്ചത്. സോ കലണ്ടർ, ഇറ്റ് ഈസ്
We are familiar with the word calendar. So the spell word calendar. You can study like this. Calendar. Calendar. CA. We are familiar with the word in chemistry. Calendar. So dar. Well, DAR. So like this we can study the word calendar. Well, and next we are going to study the word camaraderie. So you can study how we can study this word. See the word CAM. We are familiar with the word cam. Ara. We are familiar with this word. Ara. So cam. Ara. Camera. Deo. So DER. If you want to split that word like that, dar I. So splitting word just like this. Cam ara dar IE. Cam ara dar IE. So the repeated words are. So if you want to study this word, split the word cam ara dar IE. So go for the next word. Ceiling. We are familiar with this word ceiling. We study this word ceiling. How can we study this word ceiling? Well, ceiling. So let's see the word ceiling. CEI. So C we can study like that. C. So there C when ceiling. നമ്മൾ വീടിന്റെ ceiling എന്നുള്ള രീതിയിൽ പഠിക്കാറുള്ളതാണ്. So ceiling C. And the concept you see that then you can see the word Z. Well, so there is link. This way you can study link. This is the method to study the word. So link. So again comes to the word symmetry. We are familiar with the word symmetry. How can we study this word symmetry? How can we study this word? So symmetry. We are studying with the word splitting method. We use the word SEM. So SEM and ETE. So we are familiar with the word ETE. That splitting method. We use the word ETE. Symmetry. ETE and RI. Splitting the method RY. So CAM ETE RY. This is the word that we use. So next word that we are going to study the word is changeable. How can we study the word changeable? So we are familiar with the word change. മാറ്റം എന്നുള്ളത് നമ്മൾ സാധാരണഗതിയിൽ ഹിസ്റ്ററിയിൽ കോച്ചൊക്കെ പഠിക്കുമ്പം കാൾ മാർക്സിന്റെ കോട്ടിൽ നമ്മൾ പഠിക്കാറുള്ളതാണ് മാറ്റം എന്ന് പറയുന്ന വാക്കൊഴിച്ച് ബാക്കിയെല്ലാം മാറ്റത്തിന് അനുകാലികമാണ് എന്നുള്ളത്. So like that you can study the word change. So change, we know the spell of the word change. And changeable, we study the word able, ABLE, able. So together we can study the word changeable. So in this session we studied about how to study the vocabs using the splitting method. എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് മെത്തേഡ് അനുസരിച്ച് പഠിക്കുന്നത്, എങ്ങനെയാണ് വിഷ്വലൈസേഷൻ മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. സോ ഈ വിഷ്വലൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഈ സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഓരോ ആളുകളുടെയും ഡിസ്ക്രിപ്ഷനാണ്. നിങ്ങൾക്ക് 3 സ്പെൽസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല 4 ആണെങ്കിൽ 4, 2 ആണെങ്കിൽ 2, നമ്മൾ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.